ജില്ലയിലെ ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പോട്ടാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമസ്കാരം മൂസ. ലഹരി എന്ന വലിയൊരു വിപത്തിനെ അതിജീവിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. അതിൽ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പ്പാണ് ഒതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. സമ്പൂർണ്ണ ലഹരി മുക്ത പഞ്ചായത്ത് ലക്ഷ്യമിട്ട് ലഹരിക്കെതിരെ പോരാടുകയാണല്ലോ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നടപ്പിലാക്കുന്നത്? നമ്മുടെ ഭാവി തലമുറ ഈ ലഹരിയിൽ മുങ്ങും എന്നുള്ള ഒരു ഭയത്താലാണ് ഞങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ അതിപ്രസരം വളരെ കൂടുതലായപ്പോഴാണ് പഞ്ചായത്തിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുതൽ ആണെന്ന് കണ്ടതോടുകൂടി തന്നെയാണ്. അതുപോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളിലൊക്കെ ഉള്ള വ്യാപകമായ വ്യാപാരം കണ്ട് മടുത്തപ്പോഴാണ് ഇതിനെ രംഗത്തിറങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇത് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനാം പ്രഖ്യാപിക്കുന്നതും അതിന് വേണ്ടി ജനകീയമായ ഒരു മുന്നേറ്റം ഒരുക്കുന്നതും. എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് വളരെയധികം യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളൊക്കെ ഇതിന് വളരെയധികം സഹായകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പഞ്ചായത്തിൻ്റെ ഈ നിലപാടിനോട്, ഈ നടപടിയോട് ജനങ്ങളുടെ ഈ താല്പര്യം ആണ് ഞങ്ങളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ഇതിന് തീർച്ചയായും ഈ ലോങ് മാർച്ച്, റീൽസ് മത്സരം, തെരുവ് നാടകം തുടങ്ങി ലഹരിക്കെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് കൊണ്ടുവരുന്നുണ്ടല്ലേ? അതെ, അത് ഭാവിയിൽ ഒരു വർഷത്തെ പരിപാടിയാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ ലോങ് മാർച്ചും അതുപോലെ തന്നെ തെരുവ് നാടകം, റീൽസ് മത്സരങ്ങൾ, പോസ്റ്റ് മത്സരങ്ങൾ, ഇതൊക്കെ ഇതിനോട് സംഘടിപ്പിക്കുന്നുണ്ട്. ജനകീയമായ മുന്നേറ്റമാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങൾ, സ്കൂൾ കുട്ടികളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആവുന്നതെല്ലാം ചെയ്യും എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഇത് വലിയൊരു വിപത്താണ്. കോവിഡിനേക്കാളും അതുപോലെ തന്നെ മാരക രോഗത്തെക്കാളും ഏറെ സമൂഹത്തെ ഗ്രസിക്കുന്ന ഒരു വിപത്തായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഭാവി തലമുറ ഇവിടെ നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഇനി സമൂഹമാണ്. അതിനുള്ള വഴിയൊരുക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും ആരോഗ്യ രംഗത്തും വലിയ രീതിയിലുള്ള നേട്ടങ്ങളെല്ലാം തന്നെ കൈവരിച്ച ഒരു പഞ്ചായത്താണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തെ ഫലപ്രദമായ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നുണ്ട് എന്നറിഞ്ഞു. ഈ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെല്ലാം ഏത് രീതിയിലായിരുന്നു നടപ്പിലാക്കിയത്? നിലവിലെ ആരോഗ്യ രംഗത്തെ പുതിയ പുതിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കോവിഡ് കാലത്ത് ഞങ്ങൾ ഭരണത്തിൽ കയറിയ ഉടനെ തന്നെയാണ്, മനസ്സിമതി അധികാരമേറ്റ ഉടനെ തന്നെയാണ് കോവിഡ് വന്ന് തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങൾ ഉടനെ ചെയ്തത് ഒരു വാർ റൂം സ്ഥാപിക്കുകയായിരുന്നു. പഞ്ചായത്തിൻ്റെ ഒരു വാർ റൂമായി അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് RRT രൂപീകരിച്ച് അവിടെ ഒരു വാർ റൂം സ്ഥാപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന് 60ഓളം മെഡിക്കൽ ഡോക്ടർമാരുണ്ട്. അലോപ്പതി ഡോക്ടർമാർ മാത്രം തന്നെ 60ഓളം പേരുണ്ട്. ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ ഈ കോവിഡിൽ പുറത്തേക്കൊന്നും പോകാൻ കഴിയില്ല, ഓൺലൈൻ ചികിത്സാ സമ്പ്രദായം തുടങ്ങുകയും അതുപോലെ തന്നെ ഡോർ ടു ഡോർ എന്നുള്ള ഒരു പരിപാടികളൊക്കെ വെച്ചുകൊണ്ട് വ്യത്യസ്തമായ പരിപാടികൾ ഇവിടെ രൂപപ്പെടുകയായിരുന്നു. എല്ലാവരുടെയും ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരൊക്കെ, വ്യാപാരികൾ, രാഷ്ട്രീയക്കാരൊക്കെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നേറ്റം ഇവിടെ ഉണ്ടാകുകയാണ് ചെയ്തത്. അതിനടിസ്ഥാനത്തിൽ ഗർഭിണികളായ രോഗികൾക്ക് പ്രത്യേക പരിചരണം, അതുപോലെ തന്നെ ഓൺലൈനായിട്ടുള്ള മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ നടത്തിക്കൊണ്ട് ആ കോവിഡിനെ തടുക്കാനും അതിനെ പ്രതിരോധിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ FSCയിൽ പുതിയ റൂമുകളൊക്കെ, അതായത് അന്ന് ഞങ്ങൾക്ക് ഇവിടെ അധികാരം നിൽക്കുമ്പോൾ ഫാർമസി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫാർമസിയൊക്കെ സ്ഥാപിച്ച് മറ്റുള്ള ഡോക്ടർമാരൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രൈവറ്റ് തലത്തിലുള്ള ഡോക്ടേഴ്സിനൊക്കെ കൂട്ടിപ്പിടിച്ച് ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് പാലിയേറ്റീവ് രംഗത്തെ മികവുറ്റ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഭിന്നശേഷിക്കാർക്കായും വയോജനങ്ങൾക്കായുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ടല്ലേ? ഭിന്നശേഷിക്കാർക്ക് ഞങ്ങൾ ടൂറൊക്കെ സംഘടിപ്പിച്ചിരുന്നു. സർക്കാർ ഫണ്ട് മാർഗരേഖയിൽ ഇല്ലെങ്കിൽ പോലും സ്പോൺസർഷിപ്പിലൂടെ ടൂർ സംഘടിപ്പിച്ച് അതുപോലെ തന്നെ അവരുടെ കായികമേള ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടും അവരുടെ സാംസ്കാരികമായ കലോത്സവം സംഘടിപ്പിച്ചൊക്കെ ഞങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പരമ്പരാഗതമായി കിട്ടുന്ന സ്കോളർഷിപ്പൊക്കെ അതിന് മുറക്ക് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ പഞ്ചായത്ത് ചെയ്യുന്നതാണ്. അത് ഭിന്നമായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഭിന്നശേഷി കലോത്സവവും അതുപോലെ തന്നെ ടൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വിനോദയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്. അവരെ ഇടയ്ക്കിടയ്ക്ക്
കടൽ തീരത്ത് അതുപോലെ തന്നെ മറ്റുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൊണ്ടുപോയി അവർക്കൊരു എക്സ്പോസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ ജനങ്ങളിടയിലൊക്കെ എന്ന് ഈ 4 റൂമിൽ അടച്ചിടാതെ ഇടയ്ക്കിടയ്ക്ക് അവരെ കൊണ്ടുപോയി അവരെ ജനങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് നമ്മളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുവോളം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പകൽ വീട് ഇവിടെ വയോജനങ്ങൾക്ക് പകൽ വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ വിനോദ ഉപകരണങ്ങളും സംഗീത ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവിടെ പാട്ട് കച്ചേരിയും അവർക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരെ തീർച്ചയായും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ പെൺകുട്ടികൾക്കായാലും കരാട്ടെ പരിശീലനം, ഈ യുവജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഈ ഫുട്ബോൾ കൂടുതൽ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് നീന്തൽ പരിശീലനം തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ടല്ലേ? അതായത് ഒതുക്കൽ എന്ന് പറയുന്ന പ്രദേശം ജില്ലയിൽ തന്നെ ഫുട്ബോളിൽ ഒരു അറിയപ്പെടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ചെറിയ കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നീന്തൽ പരിശീലനം, പെൺകുട്ടികൾ കരാട്ടെ പരിശീലനം, പ്രതിരോധ തീർക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ടിപ്സ് പരിശീലനമൊക്കെ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇനിയും കൂടുതൽ പരിശീലനങ്ങളും സഹായകരമായ നിലപാടുകളും നമുക്ക് സ്വീകരിക്കും. കഴിഞ്ഞ വർഷം ബാലസൗഹൃദ പഞ്ചായത്താക്കി ഉയർത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തമായ പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് സ്കൂളിലെ അവരുടെ കായികശേഷി വർദ്ധിപ്പിക്കാൻ അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അവരെ സമൂഹത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഈ ലഹരി വിരുദ്ധ പ്രഖ്യാപനം അതിൻ്റെ ഭാഗം തന്നെയാണ്. കുട്ടികളിലാണ് ഈ ലഹരി പിടിപെടുന്നത്. അവരെ അതിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി ഈ PTA കമ്മിറ്റിയുമായി സഹകരിപ്പിച്ചുകൊണ്ട് പല പരിപാടികൾക്കും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളതൊക്കെ. അതുപോലെ തന്നെ ഫുട്ബോൾ മത്സരങ്ങൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ കുട്ടികളെ ഈ ലഹരിക്കാർ വശീകരിക്കാനുള്ള കാരണം അവർ എൻഗേജ് ആവാത്തതുകൊണ്ടാണ്. അവരെ പല കാര്യങ്ങളും എൻഗേജ് ആക്കിക്കൊണ്ട് അവരെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് അവരെ കൂടുതൽ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ അവരെ വഴി തിരിച്ചുവിട്ടുകൊണ്ട് ഈ ലഹരിയുടെ മാഫിയയിൽ നിന്ന് സംരക്ഷിക്കാണ് മുഖ്യമായ ലക്ഷ്യം. തീർച്ചയായും അത്തരത്തിലുള്ള അനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടന്നു വരുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഫുട്ബോളിന് ഏറെക്കുറെ ആളുകൾ ജനപ്രീതിയുള്ള ഒരു മത്സരങ്ങളെല്ലാം തന്നെ അവിടെ നടന്നു വരുന്നു എന്ന രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം തന്നെ ഈ കൃഷിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ അല്ലേ? കൃഷിക്ക് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറും സെക്രട്ടറിയും ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് സ്വന്തം പണം ഉപയോഗിച്ച് ഞങ്ങൾ 3 ഏക്കർ സ്ഥലത്ത് തരിശ് ഭൂമിയിൽ സ്ഥിരമായി കൃഷി ചെയ്യുന്നുണ്ട്. 4 വർഷമായി ഞങ്ങൾ കൃഷി ചെയ്ത് കോവിഡിന് ശേഷം എല്ലാ വർഷവും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതിനുശേഷം പച്ചക്കറി, അതിനുശേഷം കപ്പ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വരുമാനം ഞങ്ങൾ വീണ്ടും കൃഷി ചെയ്യാൻ വേണ്ടി തന്നെ ചെലവഴിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് അവിടുത്തെ പ്രദേശത്തെ ജനങ്ങളെ കൂട്ടി എല്ലാവരും ഭക്ഷണം കഴിച്ച് ആ കൃഷിയിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നടപടിയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ തരിശുഭൂമിയാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്പോഴുള്ളത്. ഇനിയുമുണ്ട്. ഞങ്ങൾ ലക്ഷ്യം നേടിയിട്ടില്ല. പൂർണ്ണമായിട്ട് തരിശ് ചെയ്ത പഞ്ചായത്താക്കി ഞങ്ങളെ പഞ്ചായത്തിനെ മാറ്റിയെടുക്കുന്നതായിരിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ജനങ്ങളും നോക്കിക്കാണുന്നത്. ഒപ്പം തന്നെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം ഈ പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളിലേക്കും കുടിവെള്ളം, ശുദ്ധമായിട്ടുള്ള ജലം എത്താൻ സാധിക്കുന്നുണ്ടോ? പൊതുജലാശയ സംരക്ഷണങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് നിലവിൽ നടപ്പിലാക്കിയത്? പഞ്ചായത്തിന്റെ 3 ഭാഗവും പുഴയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഈ പഞ്ചായത്ത്. ഒരു ഉപദ്വീപ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വർഷകാലം വെള്ളപ്പൊക്കവും വേനൽക്കാലം വരൾച്ചയുമാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. അത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഞങ്ങളുടെ MLA ആയ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിനിസ്റ്ററായ സമയത്ത് 34 കോടി രൂപയുടെ നബാർഡിൻ്റെ സഹായത്തോടുകൂടി ഒരു കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചിരുന്നു. അത് പൂർണ്ണമായിട്ടില്ലായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഇട്ടില്ലായിരുന്നു. അതിൻ്റെ പണമൊന്നും ഞങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന ഗവൺമെൻറ് അതിന് കുറച്ച് സമയം വൈകിയതുകൊണ്ട് ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ വന്നതാണ് ജൽജീവൻ മിഷൻ വന്നതോടുകൂടിയാണ് നമ്മുടെ ജലത്തിൻ്റെ ക്ഷാമം തീർന്നത്. ഇപ്പം 100% എങ്കിലും പറയാം, 96%
വീടുകളിലും ജെ മിഷൻ്റെ കണക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വെള്ളം ഇല്ലാത്ത വീടുകൾ എന്ന് പറയാൻ ഇല്ല. ഇപ്പോൾ ജെ മിഷൻ്റെ കണക്ഷൻ 100% ഇല്ല എങ്കിലും മറ്റ് കുടിവെള്ള പദ്ധതികൾ ഉള്ളതുകൊണ്ട്, പഞ്ചായത്തിൻ്റെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഉള്ളതുകൊണ്ട് 100% കണക്ഷനും ജലലഭ്യതയും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് ഒരു ക്ഷാമവുമില്ല. നമ്മൾ കയറി വരുമ്പോൾ ഈ വണ്ടിക്ക് വെള്ളം അടിച്ചിട്ട് 5 ലക്ഷം 10 ലക്ഷമൊക്കെ ഓൺ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച് വെള്ളം അടിച്ചു കൊടുക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ അവസ്ഥയില്ല. ഇപ്പോൾ എല്ലാവരും സംതൃപ്തരാണ്. വെള്ളം കൊണ്ടും റോഡ് കൊണ്ടും അത് വെളിച്ചം കൊണ്ടൊക്കെ ഞങ്ങളെ ജനങ്ങൾ വളരെ സംതൃപ്തരാണ്. ആ സംതൃപ്തി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വരും വർഷങ്ങളിലും കൂടുതൽ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഉദുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൂസ കടമ്പോട്ടാണ് നമ്മളോട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. നന്ദി ശ്രീ മൂസ. താങ്ക് യു.